ഹലോ ഹലോ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പിന്നെയും വന്നു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ പിന്നെയും വന്നു. വള്ളംകുളത്തെ കച്ചവടക്കാരാണ്. അതിനിടയ്ക്ക് ഞാനും വന്ന് പെട്ടു. കണ്ടോ, നമ്മുടെ പാവം സാധിച്ച ഇപ്പോഴത്തെ മെയിൻ ദാനമാണ്. സാധിച്ച എന്താണ് വിശേഷം? അത് ഞങ്ങൾ വന്ന് കൂടിയതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഇന്ന് ഈ കൂട്ടിൽ ഒരാളെ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ്. ആളുടെ പേരൊന്നും പറയുന്നില്ല. സന്തോഷം പങ്കിടാൻ വേണ്ടി ആ ഒരാളുടെ ചെലവാണല്ലോ. പേരും അഡ്രസ്സും പറഞ്ഞാൽ ശരിയല്ലല്ലോ. അതാണ് ഇന്നത്തെ ഉദ്ദേശം. സാധിച്ചോ? ഷാജ എന്താ പറയാനുണ്ടോ? എന്തിനെ കുറിച്ച്? എന്താ സന്തോഷം? സന്തോഷം. ആ സഹോദരന്റെ പേരും നാളെ ഒന്നും പറയണ്ട. ഫുഡിന്റെ കാര്യം പറയുന്നത്. ചിരിക്കുന്നു. അത് ഇറക്കട്ടെന്നോ? സാറേ എന്താണ് വിശേഷം? നല്ല ഊണ്. നമ്മുടെ അപ്പൂനാണ് കിട്ടിയുമില്ല. ഇവിടെ എല്ലാവർക്കും ഫുഡ് കിട്ടിയിട്ട് നമ്മുടെ അപ്പൂന് കിട്ടിയില്ല. മനസ്സിലായോ? നാട്ടുകാർക്ക് മുഴുവൻ റേഷൻ കൊടുക്കുന്ന പാർട്ടിയാ. പുള്ളിക്ക് മാത്രം ഫുഡ് കിട്ടിയില്ല. മനസ്സിലായോ? അതാണ് അടുത്ത സെക്ഷൻ. വേണ്ട, ഇനി അടുത്ത ചെലവ് ചെയ്യേണ്ട പാർട്ടിയാണ് ഈ ഇരിക്കുന്നത്. മനസ്സിലായോ? പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഓഫീസറാണ് ഇരിക്കുന്നത്. അറിയോ? സുഖമാണോ? ആഹാരമൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പിന്നെ നമ്മുടെ വില്ലേജ് ഓഫീസർ. പിന്നെ ചേച്ചി ഓക്കെ ആണല്ലോ? നമ്മുടെ കൂടുതൽ ഒരു സഹോദരന്റെ ആണ് ഇന്നത്തെ ഫുഡിന്റെ ചെലവ്. മനസ്സിലായോ? അപ്പൊ ചേച്ചിയുടെ ബർത്ത്ഡേ ആണെന്നല്ലേ പറഞ്ഞത്? വെഡിങ് ഡേ അല്ലേ? അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും വഴിയായിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എല്ലാവരും കൂടി ഹായ് പറഞ്ഞേ. കേട്ടല്ലോ? നമ്മുടെ അടുത്ത റേഷൻ വള്ളംകുളത്ത് അന്നദാതാവാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? ഏതാ ഭക്ഷ്യവകുപ്പ് മന്ത്രി? നമ്മുടെ വള്ളംകുളത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രി. അതെ, 2 മന്ത്രിമാരും ഉണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ സാധനം ഇതുവരെ കിട്ടിയില്ല. ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം കൂട്ടായ്മ. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഓരോ സന്തോഷം. അപ്പം എല്ലാവരും